കാരപ്പറമ്പ് സ്കൂള് ഒരു മാതൃകാപരമായിട്ട് മാതൃകാ ഹരിത ബൂത്തായി മാറ്റിയിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. തോരണങ്ങളും അലങ്കാരങ്ങളും കവാടങ്ങളും അടക്കം എല്ലാം തീർത്തും പ്രകൃതിദത്തമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അലങ്കാരങ്ങൾ. തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് വിമുക്തമായിട്ടുള്ളൊരു നഗരം ആഗ്രഹിക്കുന്ന നമുക്ക് വളരെയധികം മാതൃകാപരമായിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടെ കാരപ്പറമ്പ് ഒരുക്കിയിരിക്കുന്നത്. അത് തീർത്തിരിക്കുന്ന കോർപ്പറേഷൻ്റെ ഹെൽത്ത് വിഭാഗത്തിന് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഈ വർക്കൊക്കെ ചെയ്തത് കോഴിക്കോട് കോർപ്പറേഷനും ശുചിത്വ മിഷനും കൂടെ ഇതായിട്ടാണ്. ഞങ്ങളെ 2 ദിവസത്തെ പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, ഈ ഒരു ഹരിതാപമാക്കി മാറ്റിയത്. ഈ തവണത്തെ ഇലക്ഷൻ പൂർണ്ണമായിട്ട് ഒരു ഹരിത ഇലക്ഷനായിട്ട് നടത്താനാണ് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ എല്ലാ LSGDകളും കൂടി ഒരു ഹരിത ഇലക്ഷനാണ് ഈ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മാതൃക ഹരിത ബൂത്ത്. ഇവിടെ 2 ദിവസത്തെ മുകളിൽ സാനിറ്റേഷൻ വർക്കേഴ്സും ഹരിതകർമ്മ സേനയും ജില്ലാ ശുചിത്വ മിഷൻ അതുപോലെ തന്നെ കോർപ്പറേഷൻ വർക്കേഴ്സും എല്ലാവരും കൂടി ആണ് ഇത്രയും ഒരു 2 ദിവസത്തെ പ്രയത്നത്തിലാണ് നമ്മളിവിടെ ഹരിത ബൂത്താക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ തവണ പ്ലാസ്റ്റിക്കുകളും അതുപോലെ തന്നെ ഫ്ലെക്സുകളും എല്ലാം ബാൻ ചെയ്തിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു. അത് നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ജനറേഷൻ കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തത്. ഈ ഒരു ഇലക്ഷൻ ഹരിത ഇലക്ഷൻ ആയതിൽ വളരെയധികം സന്തോഷം.